ആര്യൻ. രചന അളകനന്ദ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. അവന് നോക്കി വൃതാവൊന്ന് പുഞ്ചിരിച്ചു അവൾ. ശേഷം ഇരുവരും ക്യാമറയിലേക്ക് നോക്കി ചിരിച്ചു. ക്ലിക്ക് ചെയ്തതിനു ശേഷം വിനോദ് മനസ്സ് നിറഞ്ഞൊരു ചിരിയോടെ അവരെ നോക്കി. നെയ്യെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്ന കൈകൾ അപ്പോഴും അയഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആർക്കും വിട്ടുകൊടുക്കാത്തൊരു കളിപ്പാട്ടത്തെ പോലെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ച് നടക്കുന്ന കണ്ട് കുട്ടു നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചു. അവന്റെ ഓർമ്മകൾ ഒരു 2 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. പതിവില്ലാതെ പൂന്തോട്ടത്തിലെ സിമന്റ് കൊണ്ട് തടിയുടെ ആകൃതിയിൽ കൊത്തുപണികൾ തീർത്ത ബെഞ്ചിൽ ഇരു കൈകളും തലക്ക് പിന്നിൽ പിണച്ചു വെച്ചുകൊണ്ട് നിലാവിനെ നോക്കി കിടന്ന ഒരുവന്റെ മുഖം അവന്റെ മനസ്സിൽ തെളിമയോടെ നിറഞ്ഞു വന്നു. ആ പൂനിലാവിനോളം ചന്തം ആ മുഖത്തുമുണ്ടായിരുന്നെന്ന് ആ നിമിഷം അവന് തോന്നിപ്പോയി. തേജസ്സുറ്റാ മുഖത്തേക്ക് ഇളം തെന്നലാ നീളം മുടികൾ കൊണ്ട് തലോടി കടന്നുപോയി. കണ്ണുകൾ തുറന്നു കിടക്കുകയാണെങ്കിലും മനസ്സ് മറ്റെവിടെയോ പാറി നടക്കുകയാണെന്ന് കുട്ടിവിനൊറ്റ നിമിഷം കൊണ്ട് തന്നെ മനസ്സിലായി. അച്ചേട്ടാ. അവൻ മെല്ലെ വിളിച്ചതും ആര്യൻ അതൊന്നും അറിയാതെ സ്വപ്നം കാണുകയാണ്. അച്ചേട്ടാ. ഇത്തവണ അവൻ കുറച്ച് ഉച്ചത്തിലാണ് വിളിച്ചത്. അപ്രതീക്ഷിതമായി ഉച്ചത്തിലുള്ള അവന്റെ ഒച്ച കേട്ടതും ആര്യൻ ഞെട്ടിപ്പോയി. അവൻ കണ്ണി ചിമ്മി നോക്കിയപ്പോൾ ഇളിയോടെ മുന്നിൽ നിൽക്കുന്ന കുട്ടുവിനെയാണ് കണ്ടത്. ആ ഗുരുത്തം കേട്ടോനെ, നിനക്കെന്താ ഭ്രാന്താണോ ബാക്കിയുള്ളവനിങ്ങനെ ഒച്ചയിട്ട് പേടിപ്പിക്കാൻ? ആര്യൻ അവന്റെ ചെവിയിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ചോദിച്ചു. അയ്യോ വീട് വീട് അച്ചേട്ടാ, വീട്ട് വേദനിക്കുന്നു. കുട്ടുകിടന്ന് ഞെളിവിരി കൊണ്ടു. ഞാൻ വന്ന് മര്യാദക്ക് വിളിച്ചാ മനുഷ്യ നിങ്ങളെ. അപ്പൊ നിങ്ങൾ ആകാശം നോക്കി ഒരുമാതിരി സ്വപ്നം കണ്ട് കിടക്കുക. ഞാൻ വിളിക്കുന്നതെന്ന് കേൾക്കാതായപ്പോ കുറച്ച് ഉച്ചത്തിൽ വിളിച്ചു പോയതാണ് കുഴപ്പം. കുട്ടു ആര്യൻ പിടിച്ച് തിരിച്ച ചെവിയും തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. ആര്യൻ ചെറു ചമ്മലോടെ ബെഞ്ചിലിരുന്നുകൊണ്ട് അരികിലുള്ള വള്ളിമുല്ലയിൽ ഒരു പൂവിറുത്ത് നാസികയോട് അടുപ്പിച്ചു. അവന്റെ ചുടികൾ വിരിഞ്ഞ ചിരിക്ക് ആ കുടമുല്ലയോളം സൗരഭ്യം തോന്നിപ്പോയി കുട്ടുവിന്. ആര്യനിൽ ഇങ്ങനെ ഒരു ഭാവം അവന് പുതിയതായിരുന്നു. എന്താണ് അച്ചൂട്ടാ, കാട്ടുപോത്തിന് നാണവും ചിരിയൊക്കെ വരുമോ? പോള കുട്ടി പിശാശേ. ഇവിടെ നല്ലൊരു മണം ഉണ്ടല്ലോ അച്ചേട്ടാ, ഒരു പ്രേമത്തിന്റെ മണം. കുട്ടു ആര്യനെ ഇടങ്ങണാരെ നോയിക്കൊണ്ട് പറഞ്ഞു. ഈ നെഞ്ചിലാരോ കൂടുകൂട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. എന്താ ശരിയാണോ? കുട്ടു അവന്റെ നെഞ്ചിൽ വിരൽ കുത്തി ചോദിച്ചും ആര്യൻ നിറഞ്ഞൊന്ന് ചിരിച്ചു. ഒരു കിളിക്കുഞ്ഞു പോലൊരു പെണ്ണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലാണ് കണ്ടതെങ്കിലും അവൾ എനിക്ക് ആരൊക്കെയാണെന്ന് തോന്നിപ്പോടാ. കണ്ടപ്പോൾ തന്നെ മനസ്സിൽ പതിഞ്ഞു പോയി ആ മുഖം. ഇനിയുള്ള ജീവിതം അവൾക്ക് വേണ്ടിയാണെന്ന് ഉള്ളിരുന്ന് ആരോ പറയും പോലെ. ആര്യന്റെ മനസ്സിൽ തന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നിന്ന മുറിവേറ്റ പക്ഷിയെപ്പോലെ പേടിച്ചറിഞ്ഞ ഒരു പെൺകുട്ടിയുടെ മുഖം തെളിഞ്ഞു വന്നു. അതുകൊള്ള നല്ല ഉപമയായിട്ടുണ്ട്. അച്ചുവേട്ടന്റെ കിളിക്കുഞ്ഞ് ക്യൂട്ടായിട്ടുണ്ടല്ലോ. കുട്ടു പാതി കളിയായും പാതി കാര്യമായും പറഞ്ഞു. ഒറ്റക്കാഴ്ചയിൽ എന്റെ കാട്ടുപോത്തിനെ വീഴ്ത്തണമെങ്കിൽ ആളത്രക്ക് സുന്ദരിയായിരിക്കുമല്ലോ. കുട്ടു ആ രൂപം മനസ്സിൽ വെറുതെ സങ്കല്പിച്ച് നോക്കി. അതൊക്കെ എന്തായാലും പോട്ടെ, എന്താണ് പേര്? ആര്യൻ കൈമലർത്തി കാണിച്ചു. അതുകൊള്ള വീടെവിടെയാ അതറിയോ? ആര്യൻ ചുമൽ കൂച്ചി ഇല്ലെന്ന് കാണിച്ചു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. നാടും വീടും പേരും ഒന്നും അറിയാതെയാണല്ലേ പൊന്നുമാൻ പ്രേമിക്കാൻ ഇറങ്ങിയേക്കുന്നത്. അവൻ ചുണ്ടുകൂട്ടി. അവളെ പറ്റി ഇപ്പൊ എനിക്കൊന്നും അറിയില്ലെങ്കിലും ഇനി ഞാനൊരു പെൺകുട്ടിക്കൊപ്പം ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവൾക്കൊപ്പം മാത്രമായിരിക്കും. നീ നോയിക്കോ. ആരും കുട്ടിയുടെ തലക്കിട്ടൊന്ന് കൊട്ടിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. കുട്ടു തലയും തടവി ചിരിയോടെ അവിടെ ഇരുന്നു പോയി. അരികിലെ ഏതോ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്ന കേട്ടാണ് കുട്ടു സ്വഭാവത്തിലേക്ക് വന്നത്. തന്റെ നെഞ്ചോര് നിഹയെ ചേർത്ത് പിടിച്ചടക്കുന്ന ആര്യനെ കാണെ അവന്റെ നെഞ്ച് നീറി. ഒരുപാട് കാണാൻ ആഗ്രഹിച്ച നിമിഷമായിരുന്നു ഇത്. പക്ഷെ അതിലിങ്ങനെ മനസ്സ് കൈവിട്ട എൻ്റെ അച്ചുവേട്ടനായിരുന്നില്ല. കൂടെ നിൽക്കുന്ന പ്രാണന്റെ പാതിയായി കണ്ട പെണ്ണാണെന്ന് മനസ്സിലാക്കി നിറഞ്ഞ മനസ്സോടെ അവളെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ അച്ചുവേട്ടനായിരുന്നു. പക്ഷേ വിധി അവരെ കൂട്ടിമുട്ടിച്ചത് ഈ ഒരു വിധമായി പോയി. ഓർമ്മകൾ ചാരമൂടിപ്പോയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളിതൊക്കെ തിരിച്ചറിയുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ അച്ചുവേട്ട എനിക്കിഷ്ടം. കുട്ടു ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. ഏതായാലും കൊള്ളാം കൃഷ്ണയിത്തേ, നീ ഞാൻ വിചാരിച്ചാലും എടുക്കനാ. ആര്യന്റെ അസുഖം മാറാൻ അവനെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഒരാളുടെ സാമീപ്യം വേണമെന്ന് പറഞ്ഞപ്പോ നീ അവന്റെ വിവാഹം നടത്തിയല്ലേ. അതിന് നീ കണ്ടെത്തിയ പെണ്ണും കൊള്ളാം. എവിടുന്ന് കിട്ടിയടാ ഈ ദരിദ്രവാസി പെണ്ണിനെ? കുട്ടുവിന്റെ അരികിലായി വന്നിരുന്ന ഏകദേശം 60 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ പുച്ഛത്തോട് അവനോട് ചോദിച്ചു. കുട്ടു അതിന് മറുപടി അറിയാതെ മുന്നോട്ട് തന്നെ നോക്കി നിന്നു. നീ ഇപ്പോഴും കരുതുന്നുണ്ടോടാ ഇവളെപ്പോലൊരു പെണ്ണിനെ അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമെന്ന്? അഥവാ അങ്ങനെ സംഭവിച്ചാലും കൗസ്തുഭത്തിൽ ആര്യൻ ചന്ദ്രശേഖരൻ ഇങ്ങനെ ഒരു ധർമ്മകല്യാണം നടത്തിക്കൊടുത്തതിന് അവൻ നിന്നെയാവും ആദ്യം വെറുക്കുക. അയാൾ ഗാംഭീര്യത്തോടെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. കുട്ടുന്ന് കണ്ണുകളടച്ച് സ്വയം നിയന്ത്രിച്ചു. അച്ചുവേട്ടന് ഈ ജന്മത്തിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ നിധിയാണ് ഞാൻ സമ്മാനിച്ചെന്ന് എനിക്കല്ലാതെ മറ്റാർക്കും മനസ്സിലാവും. കുട്ടുവിന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയുടെ തിളക്കം കൂടിയതും എതിരെ നിന്നയാളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുരുങ്ങിപ്പോയി. നീ എന്താ ഒന്നും മിണ്ടാന്ന് ഞങ്ങളെ പരിഹസിക്കുകയാണോ? കുട്ടുവിന് ഇടതുഭാഗത്തായി ആര്യന്റെ അതേ പ്രായം തോന്നിക്കുന്ന ചെറുപ്പക്കാരനും വന്നു നിന്നു. തനിക്ക് ഇരുവശവും നിന്ന് ഓരോന്ന് പറയുന്ന 2 പേർക്കും അർഹിച്ച അവഗണന തന്നെ അവൻ കൊടുത്തു. മൗനം പാലിച്ചു. ഞാനൊന്നും മിണ്ടാ നിൽക്കുന്നത്
ഇതെൻ്റെ അച്ചു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായതുകൊണ്ടാണ്. അല്ലാതെ അതെൻ്റെ കഴിവുകേടുണ്ടാണെന്ന് നീ വിചാരിക്കരുത് ആകാശ്. ഈ നിമിഷം അതെനിക്ക് വിലപ്പെട്ടതാ. അത് വെറുതെ നിങ്ങളോട് രണ്ടുപേരും വഴക്കിട്ടോ വാക്കാർക്ക് നടത്തിയോ നശിപ്പിക്കാനുള്ളതല്ല. ദാ ഇതിങ്ങനെ ചിരിയോടെ എൻ്റെ കണ്ണ് നിറച്ച് കാണാനുള്ളതാ. ആ സന്തോഷം അതാണ് എനിക്ക് വിലപ്പെട്ടത്. അതെനിക്ക് കാണണം. എന്നെ ശല്യം ചെയ്യാതെ പോകുന്നാവും അങ്കിളുടെ മോനും നല്ലത്. കുട്ടു നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന ആര്യനെ നോക്കി തനിക്ക് ഇരുവശത്തായി നിൽക്കുന്ന ആകാശിനോടും സച്ചിദാനന്ദനോടും പറഞ്ഞു, നീ അങ്ങ് കൂടുതൽ വിളയണ്ടടാ നരുന്ത് ചെക്ക. ഇതെവിടം വരെ പോകുന്ന നമുക്ക് കാണാം. അളവനെ ആകാശിനെ വിളിച്ചുകൊണ്ട് സച്ചി പോകുന്ന ഇടം കണ്ണാലെ കുട്ടു പുച്ഛത്തോടെ നോക്കി. വാ മോനെ, നമുക്ക് വീട്ടിൽ പോണ്ടേ? ജയന്തി ആര്യന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പോവാം, നമുക്ക് വേഗം പോവാമ്മ. കിളിക്കുഞ്ഞിനെ കൂടി കൊണ്ടുപോവാം നമുക്ക്. അവൻ ഇടം കൈയാൽ നെഹയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഹാന്ന് വിളിക്കച്ചൂട്ടാ. അമ്മയിട്ടെന്റെ കിളിക്കുഞ്ഞാ. അച്ചു ചുണ്ടൂർപ്പിച്ച് പിണക്കം ഭാവിച്ചു. നീ അവന്റെ കുറുമ്പെല്ലാം കണ്ട് കൗതുകത്തോടെ നോക്കി നിന്നു. അമ്മ പറഞ്ഞ അച്ചൂട്ടൻ കേൾക്കില്ലേ? നല്ല കുട്ടിയല്ലേ? അവരവനെ അനുനയിപ്പിച്ചു. അച്ചു നല്ലതാ, ഇനി അങ്ങനെ വിളിക്കാട്ടോ. വാ നീയാ, വാ നമുക്ക് പോവാം. എന്റെ വീട് കണ്ടേ നിനക്ക്. നമുക്ക് പോവാം, നമുക്കിനി അവിടെ താമസിച്ചാൽ മതി കേട്ടോ. കൊച്ചുകുട്ടിയെ പോലെ ഉത്സാഹത്തോടെ പറയുന്നവനെ കാണെ അവളും പുഞ്ചിരിച്ചു പോയി. പക്ഷെ ആരും അറിയാത്തൊരു നോവ് അവളുടെ നെഞ്ചിൽ ഉണർന്നു. കാറിൽ കയറും മുന്നേ നെഹ ചുറ്റുമൊന്ന് നോക്കി. തനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനോ തന്നെ യാത്ര അയക്കാനോ തന്റെ വേർപാടിൽ ദുഃഖിക്കാനോ ഒന്നും ആരുമില്ലെന്നത് അവളെ നമ്പരപ്പെടുത്തി. പക്ഷേ പൊടുന്നനെ അവളുടെ ചുമലിൽ ഒരു കൈ പതിഞ്ഞു. നിറകണ്ണുകളോടെ ശ്രീമോളെയും കയ്യിലേന്തി അമ്മുവേശി. നെഹയും കരഞ്ഞുപോയി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട്. നെഹയുടെ കണ്ണുകൾ നിറയുന്നേണ്ടതും ആര്യന്റെ മുഖം മാറി. അവൻ ദേഷ്യത്തോടെ അമ്മുവിനെ നോക്കി. ശ്രീമോൾ അച്ചുവിന് നോയി കുഞ്ഞിപ്പല്ലുകൾ കാട്ടി ചിരിക്കുന്നെന്നും അവൻ ശ്രദ്ധിച്ചില്ല. എന്തിനാ നീ കരയുന്നേ? എന്താ പറ്റിയേ? കരയില്ലേ നീയാ? അച്ചുവിന് സങ്കടം വരും കേട്ടോ. പിന്നെ ദേഷ്യം വരും. അവൻ പറയുന്ന കേട്ട് നിയമല്ല അമ്മുവിൽ നിന്ന് നടന്നു മാറി. പോയിട്ട് വാ മോളെ, എൻ്റെ മോൾക്ക് ദൈവം നല്ല മാത്രമേ വരുത്തൂ. ഈ നരകത്തിൽ നിന്ന് നീയെങ്കിലും രക്ഷപ്പെടുക. കുറച്ചകന്ന് മാറി നിൽക്കുന്ന ചിത്തുവിനെ നോക്കിയാണ് അമ്മു അത് പറഞ്ഞത്. നിഹയുടെ കണ്ണുകളും ഒരു വേള അവനെ തേടി ചെന്നു. തന്നെ നോയിച്ചിരിക്കുന്ന അവനെ കാണെ നിഹക്ക് അറപ്പും വെറുപ്പും തോന്നിപ്പോയി. വാ നീയാ, നമുക്ക് പോവാം. അച്ചു കാറിനുള്ളിൽ കയറിയുന്നുണ്ട് അവളെ വിളിച്ചതും നിഹയും അകത്തേക്ക് കയറി. നീ എവിടം വരെ പോകുന്നിയാരാ? എവിടെ പോയാലും നിന്നെ ഞാൻ എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരും. നീ നോക്കിക്കോ. അവരെയും വഹിച്ചുകൊണ്ട് ആ കാറ് മുന്നോട്ട് പായുന്നുണ്ട് ജിത്തു കുടിലതയോടെ മന്ത്രിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം നിശ്ചലമായപ്പോഴാണ് നീ അവളുടെ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. മുൻപിലെ കാഴ്ച കണ്ടതും അവളുടെ കൃഷ്ണമണികളൊന്ന് വികസിച്ചു. കൊട്ടാര സദൃശ്യമായൊരു വീട്. പക്ഷെ അത് മോഡേൺ രീതിയിലായിരുന്നില്ല. 4 വശവും നീളം വരാന്തകളോട് കൂടിയ ഒരു 8 പോലെ ആയിരുന്നു. തന്റെ ചുമലിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് മിഴികൾ ആ വശത്തേക്ക് നീങ്ങിയത്. തന്റെ കൈകളിൽ മുഖം ചാരി കണ്ണുകൾ അടച്ചുറങ്ങുന്നവനെ കാണെ അവൾക്കുള്ളിൽ ഒരു വാത്സല്യം മുറവ് പൊട്ടി. നെറ്റിയിലേക്ക് വീണിടക്കുന്ന ആ മുടിയിഴകൾ അവന്റെ സൗന്ദര്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ടെന്ന് നിഹയ്ക്ക് തോന്നി. അവൾ തന്നെ മൃദുലമായ വിരലുകൾ കൊണ്ട് അവയെ മാടിയൊതുക്കിയതും അവൻ കണ്ണുകൾ ചിമ്മി എഴുന്നേറ്റു. ഒരു നിമിഷം ചുറ്റും നോക്കി. അവന്റെ ആ നക്ഷത്രമിഴികൾ നിഹയിലേക്ക് തന്നെ വന്നു നിന്നു. ഒരു നിമിഷം, ഒരേ നിമിഷം ആ കണ്ണുകളിൽ തന്നോടൊരു അപരിചിതത്വം വിരിഞ്ഞതും നിഹയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. പക്ഷെ ആ സെക്കൻഡിൽ തന്നെ അത് മാറി. ആരിന്റെ കണ്ണുകൾ തന്നെ നിധിയെ കണ്ടു വിടർന്നു. സ്നേഹം കൊണ്ട് ഹൃദയം നിറക്കുന്ന സ്നേഹം മാത്രം. നിഹയുമൊന്ന് പുഞ്ചിരിച്ചു. മുന്നിലെ ഗ്ലാസ്സിലൂടെ കുട്ടു ഇതെല്ലാം കണ്ട് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് അവന്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം നല്ലതിനാവണേ എന്ന് മാത്രം അവൻ നെഞ്ചുരുകി ആ നിമിഷം പ്രാർത്ഥിച്ചു. തനിക്ക് നേരെ നീട്ടിയ കത്തുന്ന ആ നിലവിളക്ക് വാങ്ങി വീടിന്റെ പടി കയറുമ്പോൾ ചെറുതായി അവളൊന്ന് വിറച്ചുപോയി. ഇനിയുള്ള തൻ്റെ ജീവിതം ഈ വീട്ടിലാണ്. എല്ലാം അംഗീകരിച്ചേ മതിയാവൂ. അവൾ കൂടെ നിൽക്കുന്ന ആര്യനെ നോക്കി. അവനെല്ലാം ഒരു കൗതുകത്തോടെ വീക്ഷിക്കുകയാണ്. പക്ഷെ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടുപോയ തിരിച്ചറിവാവാത്തൊരു കൊച്ചുകുട്ടിയെ പോലെയായിരുന്നു നിഹയുടെ ഉള്ളം. ചിലരുടെ മുഖങ്ങളിൽ സന്തോഷവും ചിരിയുമായിരുന്നെങ്കിൽ മറ്റു ചില മുഖങ്ങളിൽ തന്നോട് എന്തിനോ വേണ്ടിയുള്ള ദേഷ്യമായിരുന്നു. തനിച്ചായിപ്പോയി എന്നൊരു ബോധത്തിൽ അവളുടെ കണ്ണുകൾ തുളുമ്പാൻ തയ്യാറായി. ഒന്ന് ആർത്തി വിളിച്ച് കരയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. തന്നെ മനസ്സിലാക്കുന്ന ആരും ഇനി ഈ ഭൂമിയിലില്ല എന്നുള്ള തിരിച്ചറിവിൽ അവളുടെ ഹൃദയം വരണ്ടുപോയി. പക്ഷെ പൊടുന്നേരം ഒരു കൈയുടെ ചൂട് അവളുടെ ചുമലിൽ അനുഭവപ്പെട്ടതും പിടയുന്ന കണ്ണുകളോടെ നിഹ വലതുവശത്തേക്ക് നോക്കി. തന്നെ നോക്കി കൗതുകത്തോടെ നിഷ്കളങ്കമായ പുഞ്ചിരിയുമായി നിൽക്കുന്നവനെ കാണെ അവന്റെ കരവലയത്തിൽ നിൽക്കുമ്പോൾ അന്നോളം അറിയാത്തൊരു തണുപ്പ് അവളുടെ ഹൃദയത്തെ കവർന്നു. തനിക്ക് വേണ്ടി ആർക്കെയോ ഇന്നും ഈ ഭൂമിയിൽ ബാക്കിയുണ്ടെന്ന് അവളുടെ മനം മന്ത്രിച്ചു. ആര്യന്റെ സാമീപ്യം അത്രത്തോളം അവളുടെ ഹൃദയം നിറച്ചു. പണ്ടും ഒരു രാത്രി തനിച്ചായി പോയി എന്ന് തോന്നിയ നിമിഷം, താനിപ്പോൾ മരണപ്പെടുമെന്ന് പോലും നനച്ചൊരു നിമിഷത്തിൽ തനിക്ക് താങ്ങായി വന്ന അതേ കൈകൾ, തനിക്ക് നോട്ടം കൊണ്ട് ആശ്വാസം നൽകിയ ഹൃദയം കവരുന്ന അത്ര
എത്ര മനോഹരമായ മിഴികൾ. അന്ന് ചേർന്ന് നിന്ന പോലെ ആ ഹൃദയത്തിനോരം ചേർന്ന് നിൽക്കാൻ നിഹയ്ക്ക് ഒരിക്കൽ കൂടി കൊതി തോന്നിപ്പോയി. പക്ഷെ ആവുന്നില്ല. എന്തോ അവളെ പിൻവലിക്കുന്നു. അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണോ അത്? ആരാ ഏതാ എന്ന് പോലും അറിയാതെ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുകയാണ് അവൻ. ഒരിക്കലും സ്വഭാവത്തോടെയല്ല അവൻ തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ അവന്റെ വിവാഹമാണ് നടന്നതെന്ന് പോലും അവൻ അറിയുന്നുണ്ടാവില്ല. നീയൊക്കെ ഓരോന്ന് ഓർക്കും തോറും തലകറങ്ങും പോലെ തോന്നി. മോളെ, എന്താ പറ്റിയേ? എല്ലാവരെയും വിട്ടുവന്നതിന്റെ സങ്കടമാണോ കുട്ടിക്ക്? ആര്യന്റെ അമ്മ ജയന്തിയുടെ ശബ്ദമായിരുന്നു അത്. പുഞ്ചിരി തൂവി നിൽക്കുന്ന അവരോട് തിരിച്ചൊന്ന് ചിരിക്കാതിരിക്കാൻ അവൾക്കായില്ല. കരഞ്ഞുകൊണ്ട് ചിരിക്കുന്ന ആ പെൺകുട്ടിയെ കാണെ ആ അമ്മയുടെ ഹൃദയവും ഒന്ന് നൊന്തു. അവർക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു സ്ത്രീയെയും അവൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ആ കണ്ണുകളിലും സ്നേഹവും അനുകമ്പയും മാത്രമാണ്. കുട്ടിയൊന്നുകൊണ്ടും വിഷമിക്കരുത് കേട്ടോ. മോള് ഞങ്ങളുടെ അച്ചുവിൻ്റെ ഭാര്യ. ഈ കാണുന്നതിൻ്റെയും അവൻ്റെ അച്ഛൻ ഉണ്ടാക്കിയെടുത്തും അവനായി മെച്ചപ്പെടുത്തിയെടുത്തും ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയും ധൈര്യശാലിയുമായിട്ടുള്ള ആര്യൻ ചന്ദ്രശേഖരൻ്റെ ഭാര്യ. അങ്ങനെയുള്ള മോള് കരയരുത്, ധൈര്യമായിട്ടിരിക്കുക. മോള് വിചാരിച്ച അവന് നമുക്ക് പഴയ പോലെ തിരികെ കൊണ്ടുവരാൻ കഴിയും. അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് ജയന്തിക്കൊപ്പം നിന്ന് ആ സ്ത്രീ പറഞ്ഞു. അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്ന പൗരുഷമുള്ള തേജസ്സുറ്റ ആരെയും ഒന്നിനെയും ഭയക്കാത്ത ആര്യനെ അവൾ സങ്കല്പിച്ചു. ഹാളിലെ ഭിത്തിയിൽ കറുത്ത നിറത്തിലുള്ള ഷർട്ടും അതിൻ്റെ കരയുള്ള മുണ്ടും ധരിച്ച് തലയെടുപ്പോടെ നിൽക്കുന്ന അവൻ്റെ ചിത്രത്തിലേക്ക് നോക്കിപ്പോയി അവൾ. മിഴികൾ അടർത്താൻ പോലും ആവാതെ അത്രമാത്രം അവൻ ആ പെണ്ണിനെ അവനിലേക്ക് ആകർഷിച്ചിരുന്നു. മോളെ, മോളൊന്നുകൊണ്ടും സങ്കടപ്പെടരുത്. എൻ്റെ അച്ഛൻ ഇതുപോലും തിരികെ വന്ന അവൻ മോളെ പൊന്നുപോലെ കൊണ്ടടക്കും. അത് അമ്മയ്ക്ക് ഉറപ്പാ. ജയന്തി മിഴിനീരൊപ്പി പറഞ്ഞു. മതി മതി കരഞ്ഞ് ആ ചേച്ചി കൂടി വിഷമിപ്പിക്കല അമ്മേ, നല്ലൊരു ദിവസമായിട്ട്. അവിടേക്ക് വന്ന വെളുത്ത നിറത്തിലുള്ള ഒരു അനാർക്കിൽ ധരിച്ച പെൺകുട്ടി പറയുന്ന കേട്ട് ജയന്തി കണ്ണുകൾ അമർത്തി തുടച്ചു. നീ അവളെ ആദ്യം കാണും പോലെ നോക്കുന്നുണ്ട്. അവൾ മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു. എന്നെ അറിയില്ലല്ലേ, ഞാൻ തന്നെ പരിചയപ്പെടുത്താം കേട്ടോ. ചേച്ചി വാ, ആദ്യം ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആവാം. അവൾ നേഹയുടെ കൈ പിടിച്ചു. അത് ശരിയാ, മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. ചെല്ലു മോളെ. ജയന്തിയും അനുകൂലിച്ചു. നീയേയും കൂട്ടി ആ പെൺകുട്ടികൾ മുകൾ നിലയിൽ ഒരു വലിയ മുറിയിലേക്കാണ് പോയത്. ഡോറ് തുറന്നും ആ മുറിയുടെ വലിപ്പം കണ്ട് നീഹ അന്തിച്ചു പോയി. അടുക്കളയോട് ചേർന്നുള്ള ആ കുഞ്ഞുമുറിയും തൻ്റെ ലോകവും അവൾ ആ നിമിഷം ഓർത്തു. എന്തുകൊണ്ടോ ആ മിഴികൾ സജലമായി. നിഹാര എന്നല്ല ചേച്ചിയുടെ പേര്? അവൾ മെല്ലെന്ന് മൂളി. എൻ്റെ പേര് ശിവത. ശിവ എന്ന് വിളിച്ചാൽ മതി കേട്ടോ, എനിക്കതാ ഇഷ്ടം. ചേച്ചി എല്ലാവരും നിഹ എന്നല്ലേ വിളിക്കുന്നത്. കൊള്ളാം, നല്ല പേരാ നിഹ. എനിക്ക് ഇഷ്ടമായി. നല്ല സുന്ദരിയാ കേട്ടോ. എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഞങ്ങളുടെ അച്ചുവേൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കും. ശിവ ഇടമുറിയാ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവളൽപ്പം വായാടിയാണെന്ന് നിഹക്കപ്പോഴേ മനസ്സിലായി. എന്തുകൊണ്ടോ അവളുടെ നിർത്താതെയുള്ള സംസാരം കൊണ്ട് അവളോടുള്ള അപരിചിത്വം പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകുന്ന പോലെ നിഹയ്ക്ക് തോന്നി. സാരിയോ ആഭരണങ്ങളും കൈമാറാനെല്ലാം നിഹയെ ശിവ സഹായിച്ചു. ശേഷം ഒരു നീലയും ഇളമ്പച്ചയും ഇടകലർന്നൊരു ചുരിദാർ എടുത്തുകൊണ്ട് അവളെ ഒന്ന് ഫ്രഷാക്കാൻ ശിവ പറഞ്ഞു വിട്ടു. നിഹ കുളിച്ചു വരുമ്പോഴും ശിവ മുറിയിലെ ബെഡിൽ ഫോൺ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. ആ വന്നോ, വാ ഇരിക്കി. ശിവ അവളെ പിടിച്ച് കട്ടിലിരുത്തി. ഇനി ഞാൻ ചേച്ചിക്ക് ഈ വീട്ടിലെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അച്ചുവേട്ടനെ പരിചയപ്പെടുത്തണ്ടല്ലോ അല്ലേ? ശിവ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചതും നീയുടെ മുഖം താഴ്ന്നു പോയി. എന്നാലും എല്ലാം പറയാൻ ഞാൻ. അച്ചുവേട്ടനെന്ന് ഞങ്ങളെല്ലാവരും വിളിക്കുന്ന കേട്ടോ. ശരിക്കുള്ള പേര് ആര്യൻ, ആര്യൻ ചന്ദ്രശേഖർ. കൗസ്തുഭത്തിൽ ആര്യൻ ചന്ദ്രശേഖർ. ആ പേര് പോലെ തന്നെ പ്രൗഢിയും പൗരുഷവും സൗന്ദര്യവും ഒത്തിണങ്ങിയതാ ഞങ്ങളുടെ ആ അച്ചുവേട്ടൻ. അച്ചുവേട്ടൻ്റെ അച്ഛനും അമ്മയാ ചന്ദ്രവലിയച്ഛനും ജയന്തി അമ്മയും. അച്ചുവേട്ടൻ ഒറ്റ മോനാ കേട്ടോ. എൻ്റെ അമ്മയാ താഴെ, ജയന്തിയമ്മയുടെ കൂടെ നിന്ന് കുറച്ചു മുന്നേ. പേര് രാധിക. എനിക്കൊരു ചേട്ടൻ കൂടെ ഉണ്ട് കേട്ടോ, കൃഷ്ണജിത്ത്. കുട്ടിയെന്ന അച്ചുവേട്ടനാണ് വിളിച്ചിരുന്നത്. കല്യാണത്തിനുണ്ടായിരുന്നല്ലോ, നീ ചേച്ചി കണ്ടിരുന്നോ? അവളുടെ ചോദ്യത്തിന് നീ ഒന്ന് തലയാട്ടി. കല്യാണത്തിന് അധികാരം വരണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കാർക്കും വരാൻ പറ്റിയില്ല. ശിവ ഒരു നിരാശയോടെ പറഞ്ഞു. ഞങ്ങൾ ഇവിടെയല്ല താമസം, പക്ഷേ ഈ കോമ്പൗണ്ടിൽ തന്നെയാ കേട്ടോ. ഈ വീടിന് പിന്നിലായിട്ട് കുറച്ചൽപ്പം മാറി തന്നെയാ. പിന്നെ വലതുവശത്താണെന്ന് ആ വലിയ വീടില്ലേ, അത് സച്ചിയങ്കിളുടെയാ. അത് പറയുമ്പോൾ ശിവയുടെ മുഖമിൽ നിന്ന് മാറിയത് നീ ശ്രദ്ധിച്ചു. സച്ചിയങ്കിൾ ജയന്തി അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാ. അങ്കിളിന് രേവതി ആന്റിക്ക് 3 മക്കളാ, 2 ആണും 1 പെണ്ണും. അതർവേട്ടനാ മൂത്തത്, രണ്ടാമത് ആകാശേട്ടൻ, ഏറ്റവും ഇളയത് അപർണ. വാതോരാ സംസാരിക്കുന്ന ശിവയെ നിഹ കൗതുകത്തോടെ നോക്കി. ശിവ, നിയമല്ലേ വിളിച്ചതും ശിവത തല ഉയർത്തി നോക്കി. എന്ത് ചേച്ചി, ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നീയുടെ മുഖത്തെ സംശയഭാവം കണ്ട് ശിവ ചോദിച്ചു. ആര്യ, അല്ല അച്ചുവിന് ശരിക്കും എന്താ പറ്റിയത്? അദ്ദേഹത്തിൻ്റെ മനോനില തെറ്റാൻ മാത്രം എന്താ സംഭവിച്ച്? നീയുടെ ശബ്ദത്തിലും ഒരു വേദന കലർന്നു. തെളിഞ്ഞുന്ന ശിവയുടെ മുഖം നിമിഷ നേരം കൊണ്ട് ഇരുണ്ടുപോയി. കണ്ണുകളിൽ ഒരു കാർമേഘം പെയ്യാൻ വെമ്പെന്ന് നീയ വ്യക്തമായി കണ്ടു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. 22 ദിവസത്തോളം നീണ്ടു നിന്ന മക്ക മദീന യാത്ര കഴിഞ്ഞ് വന്നിട്ട് ഒരാഴ്ചയാവുന്നേ ഉള്ളൂ. അവിടുത്തെ ക്ലൈമറ്റിൽ ജലദോഷം പിടിച്ചതായിരുന്നു. ശബ്ദം വളരെയധികം അടഞ്ഞു പോയിരുന്നു.
ഒരു തരത്തിലും കഥ പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു. വളരെ റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ കഥ പറയുന്നത്. കഥ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ശബ്ദത്തിലെ വ്യത്യാസം. എന്തായാലും സഹകരിക്കുക. നിങ്ങളാണ് എൻ്റെ പ്രോത്സാഹനം, വിജയം, എൻ്റെ ശക്തി. സോ കൂടെ നിൽക്കുക. താങ്ക് യു.